ജിൻഡോയുടെ കള്ള ജഡ്ജ്മെന്റ് സിജോയുടെ ടീം ഉണ്ടാക്കി വെച്ചിരുന്ന 9 തലയണകൾ റിജക്ട് ചെയ്തു. 3-4 ചെക്ക് ചെയ്തിട്ട് എല്ലാം ഇതുപോലെയാണ് ബിഗ് ബോസ്, റിജക്റ്റഡ് ആണ് ബിഗ് ബോസ് എന്നും പറഞ്ഞുകൊണ്ട് കള്ള ജഡ്ജ്മെന്റ് നടത്തി. എന്തിനു വേണ്ടി? ഈ പറയുന്ന സിജോയുടെ ടീമാണ് ഏറ്റവും കൂടുതൽ തലയണ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ ഈ തലയണ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി വെച്ചുകൊണ്ട് പോയിന്റ്, മാക്സിമം പോയിന്റ് 3 പോയിന്റാണ്. ഈ 3 പോയിന്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള 5 പോയിന്റിന്റെ കൂടെ 8 പോയിന്റ് ആവും. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് 8 ആയിക്കൂടാ, ഇവർ 0 തന്നെ ആവണം എന്ന് കരുതിക്കൊണ്ട് എന്ത് ചെയ്തു? ജിൻഡോ പോയി സിജോയെ മനഃപൂർവ്വം ഇരുന്ന് അറ്റാക്ക് ചെയ്തു, 0 ആക്കി. പക്ഷെ സംഭവിച്ചത് എന്താ? ജിൻഡോയെ ചെക്ക് ചെയ്യാൻ വന്ന ആള് ജിൻഡോയെ 0 ആക്കി. ശത്രുവിനെ അടിക്കാൻ പോയി, ശത്രുവും തോറ്റ്, ശത്രുവിനെ അടിച്ച് കൊല്ലുകയും ചെയ്ത്, നമ്മൾ കുത്തി ചാവുകയും ചെയ്ത്, രണ്ടും കണക്കായി. ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ന്യായം? സിജോയുടെ ആണോ അതോ ജിൻഡോയുടെ ആണോ അതോ രണ്ടുപേരും ചെയ്ത തെറ്റാണോ? ജഡ്ജ്മെന്റിൽ കള്ളത്തരം ഉണ്ടോ? എന്താണ് പറയാനുള്ളത്? പിന്നെ ഈ ടാസ്ക് കൊണ്ട് ഗുണം ഉണ്ടായിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പീപ്പിൾ ടീമിനും നെസ്റ്റ് ടീമിനുമാണ്. പീപ്പിൾ ടീമിനാണ് നല്ല രീതിയിൽ ഗുണം ഉണ്ടായിരിക്കുന്നത്. ആകെ ഒരേ ഒരു തലയണ ശരിയായുള്ളൂവെങ്കിലും അവർക്ക് ഒറ്റയടിക്ക് 3 പോയിന്റ് കിട്ടി. നെസ്റ്റ് ടീമിന് ഒരെണ്ണം ശരിയാക്കിയെങ്കിലും 3 പോയിന്റ് അവർക്കും കിട്ടി. ഈ പറയുന്ന ഡെന്ന ടീമും തോറ്റു, ടണൽ ടീമും തോറ്റു, 0 പോയിന്റ്. ബോണസ് ടാസ്ക് 3 തീർന്നിരിക്കുകയാണ്. ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ബോണസ് പോയിന്റ് കിട്ടാനുള്ള ടാസ്ക് 3 എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ടാസ്ക് 3 തലയണ മന്ത്രം. കൈകളും ബുദ്ധിയും കഴിവും എല്ലാം വേണം വളരെ വേഗത്തിൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു ടീമിൽ നിന്നും 2 പേർ മാത്രമേ ഈ ടാസ്കിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. ആ ടീമിലെ മറ്റൊരു വ്യക്തി ജഡ്ജായിട്ട് മാറണം. ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് ചെയ്യുന്ന 2 വ്യക്തികൾ പോവുക. അവിടെ തലയണയുടെ ഉറയുണ്ടാവും, ഒരു മരത്തിൽ പഞ്ഞികൾ ഉണ്ടാവും, തറയിലും പഞ്ഞി വാരി ഇട്ടിട്ടുണ്ട്, സൂചി ഉണ്ടാവും, നൂലുണ്ടാവും. ബസർ ടു ബസറാണ് സമയം. ബസർ അടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ പോവുക, തലയണ ഉറ എടുക്കുക, പഞ്ഞികൾ മാക്സിമം കളക്ട് ചെയ്യുക, പിന്നെ സൂചി എടുക്കുക, നൂലെടുക്കുക. എന്നിട്ട് സൂപ്പറായിട്ട് ഒരേ അളവിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന തലയണകൾ എല്ലാം ഒരേ അളവിലായിരിക്കണം പഞ്ഞികൾ നിറയ്ക്കേണ്ടത്. എന്നിട്ട് കൃത്യമായി പഞ്ഞി നിറച്ച ഒരേ ആകൃതിയിൽ തുന്നി, നല്ല വൃത്തിയിൽ തുന്നി, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൂടുതൽ തലയണ ഉണ്ടാക്കിയ ടീമാണ് ഈ ടാസ്കിൽ വിജയിക്കുന്നത്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്ന സമയത്ത് ഇവർ ഉണ്ടാക്കിയ തലയണ എല്ലാം എടുത്തുകൊണ്ട് ഗാർഡൻ ഏരിയയിൽ കൊണ്ടുവരണം. ജഡ്ജുകൾ ചെക്ക് ചെയ്യും, എന്നിട്ട് വിലയിരുത്തും. ഡെൻ ടീമിൽ നിന്നും നന്ദന റസ്മിൻ തലയണ ഉണ്ടാക്കാൻ പോകുന്നു, ജഡ്ജ് ജിൻഡോ. നെക്സ്റ്റ് ടീമിൽ നിന്നും അർജുൻ ജാസ്മിൻ തലയണ ഉണ്ടാക്കാൻ പോകുന്നു, അഭിഷേക് ജഡ്ജ്. ടണൽ ടീമിൽ നിന്നും അപ്സര സിജോ തലയണ ഉണ്ടാക്കാൻ പോകുന്നു, സായി ജഡ്ജ്. പീപ്പിൾ ടീമിൽ നിന്നും നോറ അൻസിബ തലയണ ഉണ്ടാക്കാൻ പോകുന്നു, ശ്രീതു ജഡ്ജ്. ഒരു റോളും ഇല്ലാത്ത ആള് ഋഷിയുടെ ടീമിൽ 4 പേരുണ്ടല്ലോ, ഋഷി, അർജുൻ, അഭിഷേക്, ജാസ്മിൻ. അപ്പൊ 3 പേർക്ക് മാക്സിമം പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ, ഇൻക്ലൂഡിങ് ജഡ്ജ്. പിന്നെ ഒരാൾക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. ഇന്നലെ അതുപോലെ ആയിരുന്നു, ജഡ്ജ് ഋഷി ആയിരുന്നെങ്കിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു ടാസ്കിൽ. ഇന്ന് ഒന്നിനും ഋഷിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല, കണ്ടോണ്ട് നിൽക്കാൻ മാത്രമേ ഋഷിക്ക് പറ്റുന്നുള്ളൂ. അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിൽ പോകുന്നു, എല്ലാവരും സൂപ്പറായിട്ട് കളക്ട് ചെയ്യുന്നു. അവിടെ അടികളും പിടികളൊന്നും ഇല്ല. അവിടെ പഞ്ഞികൾ വാരിയിട്ടിട്ടുണ്ട്, പഞ്ഞി വിറക്കുന്നു, നൂലെടുക്കുന്നു, തലയണ എടുക്കുന്നു, തയ്ക്കുന്നു, മാക്സിമം എല്ലാവരും സൂപ്പറായിട്ട് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവരെല്ലാം നേരെ ഗാർഡൻ ഏരിയയിലേക്ക് കൊണ്ടുവന്ന് ഓരോരുത്തർക്കും ഓരോ ടേബിൾ ഉണ്ട്, അവിടെ കൊണ്ട് വെക്കുകയാണ്. അപ്പം സിജോ, അപ്സര ഇവരുണ്ടാക്കിയത് 9 തലയണയാണ്. അതിനകത്ത് 9 തലയണ അവർ ടേബിളിൽ വെച്ചിരിക്കുന്നു. അടുത്ത് ഡെൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെൻ ടീം ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് നന്ദന റസ്മിൻ ഇവരുണ്ടാക്കിയിരിക്കുന്നത് 3 തലയണയാണ്. അതേസമയം നെക്സ്റ്റ് അർജുൻ ജാസ്മിൻ ഉണ്ടാക്കിയിരിക്കുന്നത് 6 തലയണയാണ്. പിന്നെ അപ്പം ഇത്രയും തലയണകളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പീപ്പിൾ റൂമും അതായത് അൻസിബയും നോറയും ഉണ്ടാക്കിയിരിക്കുന്നത് 3 തലയണയാണ്. അപ്പോഴാണ് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് ഇറക്കുന്നത്. അത് അടി ഉണ്ടാക്കാൻ മനഃപൂർവ്വം ചെയ്ത സാധനമാണ്. കാരണം ഈ ജഡ്ജുകളെല്ലാം കൂടി ഒരുമിച്ച് പോയി ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു ഭൂരിഭാഗം ഒപ്പീനിയൻ ആയിരിക്കും വരുന്നത്. അതേസമയം ഓരോ ടീമിനും ഓരോ ജഡ്ജിനെ വെച്ച് വിട്ട് കഴിഞ്ഞാൽ അവിടെ അടിയാവും. അവരുടെ ഇൻഡിവിജ്വൽ തീരുമാനമാണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടണൽ ടീമിന് ജിൻഡോ പോട്ടെ എന്ന് ബിഗ് ബോസ് പറയുന്നത്. ടണൽ ടീം എന്ന് പറയുമ്പോൾ സിജോയുടെയും അപ്സരയുടെയും ടീം. ജിൻഡോ പോയി എടുക്കുന്നു, തലയണയ്ക്ക് പഞ്ഞിയില്ല, സ്റ്റിച്ചിങ് ശരിയായിട്ടില്ല, ഇത് തലയണയായിട്ട് കൂട്ടാൻ പറ്റത്തില്ല, ഇത് 9 എണ്ണം നിങ്ങൾ ചെയ്തു, ഇതൊന്നും വൃത്തിയില്ല, പിന്നെ നമ്മൾ കിടക്കുമ്പോൾ തന്നെ പതിഞ്ഞു പോകുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ജിൻഡോ മുഴുവൻ റിജക്ട് ചെയ്യാൻ പോവാണ്. ഇത് ഒന്നും ശരിയായിട്ടില്ല, ഇത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ പഞ്ഞി മൊത്തം താഴെ വരുന്നുണ്ട്, പിന്നെ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് കുഴിഞ്ഞു പോകുന്നുണ്ട്, ഇത് എല്ലാം ഈക്വൽ ആയിട്ടല്ല ചെയ്തിരിക്കുന്നത് എന്നെല്ലാം പറയാണ്. അപ്പൊ അപ്സര കുത്തി നിറയ്ക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെ മനഃപൂർവ്വം ടാസ്കിൽ നിന്ന് ഒഴിവാക്കാനാണെങ്കിൽ പറഞ്ഞോ, ജിൻഡോ
ജിൻഡോ അപ്പോൾ ജിൻഡോ പറയണം ഞാൻ കിടന്നു നോക്കട്ടെ. ജിൻഡോ തല എന്നെ തറയിൽ വെക്കുന്നു, കിടക്കുന്നു, എൻ്റെ തല തറയിൽ മുട്ടുന്നു. അപ്പോൾ അപ്സര നിങ്ങളുടെ തല എന്താ പാറക്കല്ലാണോ തലയിൽ മുട്ടാൻ? അപ്പോൾ ജിൻഡോ ഇത് ഒന്നും ശരിയായില്ല, ഇത് നിലത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ തല തറയിൽ മുട്ടും, അതുകൊണ്ട് ശരിയാവൂല. അപ്പോൾ സിജോ നമുക്ക് പോയിന്റ് കൂടുതൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിങ്ങനെ പറഞ്ഞത്? അപ്സര ക്വാളിറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ഫേക്ക് ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ ബിഗ് ബോസ് കുറേ നേരം അടിയാവുന്നു, ഇതിൻ്റെ പേരിൽ കുറേ നേരം അടിയുമ്പോൾ ബിഗ് ബോസ് പറയുന്നത് ജിൻഡോ നിർണയം നിങ്ങളുടെ തീരുമാനം അറിയിക്കുക. അപ്പോൾ ജിൻഡോ ബിഗ് ബോസ് ഈ തലണാല് തറയിൽ കിടക്കുമ്പോഴത്തേക്കും തല മുട്ടുന്നുണ്ട്, അതുകൊണ്ട് എല്ലാം റിജക്ട് ചെയ്തിരിക്കുകയാണ്. 4 ചെക്ക് ചെയ്യുന്നുള്ളൂ, പക്ഷേ മൊത്തം ജിൻഡോ റിജക്ട് ചെയ്യാണ്. അപ്പം സിജോയുടെ അടുത്തും അപ്സരയുടെ അടുത്തും കാണിച്ച ഈ പറയുന്ന പോലെ അത് ടാർഗറ്റിംഗ് തന്നെയാണ്, അവരെ പോയിന്റ് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് സിജോ ഇത് ചെയ്തത്, അല്ല ജിൻഡോ ഇത് ചെയ്തത്. അത് തെറ്റ് തന്നെയാണ്, ആ സാധനം തെറ്റ് തന്നെയാണ്. ജിൻഡോ ആ കാണിച്ചത് ഫേക്ക് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്, അത് ഓക്കെ, അത് സമ്മതിക്കുന്നു. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ക്യാപ്റ്റൻസി ടാസ്ക്, വീക്ക്ലി ടാസ്ക്, ഇതിനൊക്കെ വിധി പ്രഖ്യാപിക്കാൻ ഒരാളെ കൊടുത്തിരിക്കും. അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും ജഡ്ജ് ചെയ്യാം, അയാൾക്ക് വേണമെങ്കിൽ ഇല്ലാത്തൊരു കാര്യം വേണമെങ്കിൽ പറയാം. പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ബിഗ് ബോസ് ഒന്നും എതിർക്കത്തില്ല, കാരണം എപ്പോഴും ബിഗ് ബോസ് പറയുന്ന വിധികർത്താവിന്റെ തീരുമാനം അന്തിമം അന്തിമം അന്തിമം. അയാൾക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പം അതിനെ എതിർത്ത് കഴിഞ്ഞ് ഒരു മനുഷ്യർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല, അത് തന്നെയാണ് ഫൈനൽ ഡിസിഷൻ. ഹിന്ദി ബിഗ് ബോസിൽ അങ്ങനെയാണ്. അപ്പം മലയാള ബിഗ് ബോസിന് അവർക്ക് ആ പവർ കൊടുത്തു, ആ പവർ കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ജിൻഡോ പറഞ്ഞ സാധനങ്ങളെല്ലാം ബിഗ് ബോസ് അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ജിൻഡോ കാണിച്ച ഫേക്ക് ജഡ്ജ്മെന്റ് ആണ്. പക്ഷേ ഹിന്ദിയിലൊക്കെ അങ്ങനെ നടക്കാറുണ്ട്, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്കിപ്പോൾ ഒരു ടീമിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ടീമിൽ നമ്മൾ കാണിക്കും, നമുക്ക് നെഗറ്റീവ് വരും, എല്ലാം വരും, പക്ഷെ അപ്പം നമ്മൾ അവരെ തോപ്പിക്കണം എന്ന് മാത്രമല്ലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ജിൻഡോ കാണിച്ചത് തെറ്റ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സിജോയും അപ്സരയും കാണിച്ചാൽ തെറ്റുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി മായ അതിനകത്തും ഉണ്ട്. കാരണം ബാക്കിയുള്ളവർ 3ഉം 5ഉം ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് ഇവരെങ്ങനെ 9 എണ്ണം ഉണ്ടാക്കിയത്? ഇവർ 9 എണ്ണം ഉണ്ടാക്കുമ്പം ഒബ്വിയസ്ലി മനസ്സിലാവും ക്വാളിറ്റിയിൽ പ്രോബ്ലം ഉണ്ട്. പക്ഷെ ജിൻഡോ പറഞ്ഞതുപോലെ അത്രയും വലിയ പ്രോബ്ലം ഒന്നും ക്വാളിറ്റിയിലില്ല. ജിൻഡോ കിടന്ന് ഘോര പ്രസംഗിക്കും പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ക്വാളിറ്റിയിലില്ല. ഇതാണ് അവരുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി അടുത്ത ബിഗ് ബോസ്. അപ്പം ഇവർ 9 എണ്ണം ഉണ്ടാക്കുന്നതിൽ ഒന്നും ശരിയായില്ല എന്ന് ജിൻഡോ പറയുന്നു. സായി പീപ്പിൾ റൂമിൻ്റെ ചെക്ക് ചെയ്യാൻ പോകുന്നു. അൻസിബെ നോറ ഉണ്ടാക്കിയത് ഓരോന്നും ഓരോ വെയിറ്റ് ആണ്. പിന്നെ നിങ്ങൾ ഇട്ട എഫേർട്ടിന് വേണ്ടിയിട്ട് മാത്രം ഒരെണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 എണ്ണം ഉണ്ടാക്കിയതിൽ ഒരെണ്ണം ഓക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അടുത്ത് ഡെന്നിന് ചെക്ക് ചെയ്യാൻ പോകുന്നത് അഭിഷേകാണ്, നന്ദനയും റസ്മിനുമാണ് അതിനകത്ത്. അപ്പം അതിനകത്ത് എനിക്ക് നന്ദനത്തെ ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് ഫീൽ ചെയ്തു. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും വരുമ്പോഴത്തേക്കും നന്ദനയ്ക്ക് ഓക്കെ, അതങ്ങനെയാണ് ഇങ്ങനെയാണ് സ്വന്തം ടീമിൽ സാൻ ക്യൂട്ടിപ്പായി. അപ്പം എനിക്ക് ഒത്തിരി നന്ദനത്തിൽ ഓവറായിട്ട് തോന്നി. അപ്പം അഭിഷേക് ചെക്ക് ചെയ്യാണ്, സ്റ്റിച്ചിങ് ഒന്നും ശരിയല്ല, സ്റ്റിച്ചിങ് എല്ലാം പലതും പല രീതിയിലാണ്. അതുകൊണ്ട് എല്ലാം അവർ 3 എണ്ണം ഉണ്ടാക്കിയിരിക്കുന്നു, 3 എണ്ണം റിജക്ട് ചെയ്യുന്നു. അപ്പോൾ അടുത്ത് നെക്സ്റ്റിന് പോകുന്നത് ശ്രീതു ആണ്. ഞാൻ വിചാരിച്ചു അർജുന ടീമിലുള്ളതുകൊണ്ട് ശ്രീതു എന്തെങ്കിലും പാർഷ്യാലിറ്റി കാണിക്കുന്നു, സമാധാനം, അങ്ങനെ ഒന്നും നടന്നില്ല. അവരുടെ 6 എണ്ണത്തിൽ സ്റ്റിച്ചിങ് ശരിയല്ല, വെയിറ്റ് ശരിയല്ല, നൂല് പുറത്ത് കാണുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരെണ്ണം മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം വെട്ടിയെറിയുവാണ്. അങ്ങനെ നെക്സ്റ്റിന് കിട്ടുന്ന അപ്പം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പീപ്പിൾ റൂമും നെക്സ്റ്റ് റൂമും ഓരോ തലയണ വീതം വെച്ച് കംപ്ലീറ്റ് ആക്കുന്നു. ഡെന്നും ടണലും 0, അവർക്ക് ഒരു തലയണയും ജഡ്ജ്മെൻറ്റിൽ ഓക്കെ ആയില്ല. അപ്പം അങ്ങനെ പോയിന്റുകൾ ബിഗ് ബോസ് പറയുകയാണ് ഏറ്റവും കൂടുതൽ തലയണകൾ ഒരു തലയണയാണ്. അത് നെക്സ്റ്റും ടണലും ഒരുപോലെ, നെക്സ്റ്റും പീപ്പിളും ഒരുപോലെ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് 3 പോയിന്റ്, ഹയസ്റ്റ് പോയിന്റ് 3 ആണല്ലോ, 3 പോയിന്റ്. ടണലിനും ഡെന്നിനും ഞാൻ വിചാരിച്ചു തൊട്ട് താഴെ 2 പോയിന്റെങ്കിലും കൊടുക്കുമായിരിക്കും എന്ന് ഞാൻ കരുതി. കാരണം ഈ പറയുന്ന പോലെ അവർക്ക് ഇപ്പം നമ്മൾ പോയിന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണല്ലോ 3, 2, 1 അങ്ങനെയാണല്ലോ കൊടുക്കുന്നത്. പക്ഷേ ഇവർ മൊത്തം 0 ആയിപ്പോയി. ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ഒരു തലയണ പോലെ സെലക്ട് ആവാത്തതുകൊണ്ട് ഇവർക്ക് 0 കൊടുക്കുകയാണ് ബിഗ് ബോസ്. നിങ്ങൾക്ക് ഒരു പോയിന്റും ഇല്ല. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ പോയിന്റ്സ് ആദ്യത്തെ 3 ബോണസ് ടാസ്കുകൾ കഴിയുമ്പോൾ നെക്സ്റ്റിന് 2, 2, 3 അങ്ങനെ 7 പോയിന്റാണ് നെക്സ്റ്റിന്. ഹയസ്റ്റ് ഇപ്പം നെക്സ്റ്റ് ആണ്. അതായത് ജാസ്മിൻ, അഭിഷേക്, ഋഷി, അർജുൻ ഇവരുടെ ടീമിന് 7 പോയിന്റാണ്. ടണലിന് ആദ്യത്തെ ടാസ്കിൽ 3, രണ്ടാമത്തെ ടാസ്കിൽ 2, ഇപ്പോഴത്തെ ടാസ്കിൽ 0. അങ്ങനെ ടോട്ടൽ 5 പോയിന്റാണ് സിജോയുടെയും സായിയുടെയും അപ്സരയുടെയും ടീമിന്. മൂന്നാമത് പീപ്പിൾ ടീം ശ്രീതു, അൻസിബ, നോറ. ആദ്യത്തെ ടാസ്കിൽ 0, രണ്ടാമത്തെ ടാസ്കിൽ 1, ഇപ്പോഴത്തെ ടാസ്കിൽ 3. അങ്ങനെ മൊത്തം 4 പോയിന്റാണ് അവർക്ക്. അടുത്ത ഡെന്നിന്, അതായത് നമ്മുടെ ജിൻഡോ, റസ്മിൻ, നന്ദന അവരുടെ ടീമിന് ആദ്യത്തെ ടാസ്കിൽ 1, രണ്ടാമത്തെ ടാസ്കിൽ 3, മൂന്നാമത്തെ ടാസ്കിൽ 0. അങ്ങനെ ടോട്ടൽ അവർക്ക് 4 ആണ്. പീപ്പിളും ഡെന്നും ടൈ ആയിട്ട് നിൽക്കുവാണ് 4-4. സെക്കൻഡ് നിൽക്കുന്ന ടണലാണ് 5 പോയിന്റ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് 7 പോയിന്റിൽ നെക്സ്റ്റ് ആണ്.
അപ്പോൾ ഇതാണ് ഈ പറയുന്ന പോലെ ടാസ്കിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അൺഫെയർ ആയിരുന്നു. ഇവൻ അങ്ങോട്ട് കാണിച്ചു, എങ്കിൽ ഞാൻ ഇങ്ങോട്ട് കാണിക്കും, എങ്കിൽ ഞാൻ അങ്ങോട്ട് കാണിക്കും, ഞാൻ അങ്ങോട്ട് കാണിക്കും. 4 പേരും കണക്കായിരുന്നു. ജഡ്ജ്മെന്റിൽ അഭിഷേകും ശ്രീതുവും സായിയും ജിൻഡോയും 4 കണക്കായിരുന്നു. അതിനകത്ത് അവർക്ക് കുറച്ചും കൂടെ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ പീപ്പിൾ റൂമിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരായിരുന്നു, നെസ്റ്റിനെ താഴോട്ട് കൊണ്ടുവരായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ പീപ്പിൾ റൂമിലെ ഒരെണ്ണം മാത്രമേ എന്തായിട്ടുള്ളൂ, സെലക്ട് ആയിട്ട് ഒരെണ്ണം മാത്രമേ സായി ഓക്കെ പറഞ്ഞിട്ടുള്ളൂ. സായി അവിടെ 2 എണ്ണം ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ പീപ്പിൾ റൂമിന് 3 പോയിന്റ് കിട്ടിയേനെ. പകരം നെസ്റ്റ് ടീമിന് നെസ്റ്റിന് അതായത് ജാസ്മിൻ്റെ ഒക്കെ ടീമിന് അവർക്ക് 3 പോയിന്റ് ഒരെണ്ണം ശരിയാക്കിയാണ് കിട്ടിയത്. അപ്പം ഒരെണ്ണം പിന്നീട് ശരിയാക്കുമ്പോൾ അവർക്ക് 2 പോയിന്റേ കിട്ടത്തുള്ളൂ. അപ്പോൾ 1 പോയിന്റെങ്കിലും കുറഞ്ഞിരിക്കും. ആ ബുദ്ധി അവർ കാണിച്ചില്ല. ഞാൻ വിചാരിച്ചു അത്രയും പാസ്സാക്കി കൊടുക്കുമ്പോഴത്തേക്കും മറ്റവർ ടോപ്പിക്കാർ പോയി കഴിഞ്ഞാലും 3 പോയിന്റേ കിട്ടത്തുള്ളൂ. അവർ ജയിച്ചു കഴിഞ്ഞാലും സായി ഒരെണ്ണം അതിനകത്ത് നോക്കിയാക്കി കഴിഞ്ഞാലും 2 എണ്ണം ഓക്കെ ആക്കിയാലും 3 എണ്ണം നോക്കിയാൽ അവർ 3 പോയിന്റ് അവർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ സായി മൊത്തവും ഓക്കെ ആക്കണമായിരുന്നു. അപ്പോൾ അവർക്ക് എന്നാലും 4 പോയിന്റേ വരുള്ളൂ. പക്ഷെ മറ്റവർക്ക് അതിനനുസരിച്ച് ജാസ്മിൻ്റെ ടീമിന് അതിനനുസരിച്ച് കുറയുമ്പോഴത്തേക്കും അവരിങ്ങ് താഴെ 2-ലും 1-ലും വന്നേനെ. ആ ബുദ്ധി അവിടെ ആർക്കും വില പോയില്ല, ആരും ഉപയോഗിച്ചില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ ടാസ്കിൽ നടന്നത്. ജിൻഡോ കാണിച്ചത് അൺഫെയർ ആണ്, മൊത്തം കള്ളത്തരമാണ്. പക്ഷേ ഹിന്ദി ബിഗ് ബോസിലൊക്കെ നടക്കുന്ന എനിക്കിതൊക്കെ അതിപ്പോൾ കണ്ണ് ഓക്കെ ആയി. കാരണം ഹിന്ദിയിലൊക്കെ നടക്കുന്നത്. പക്ഷേ സിജോനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് ഇവിടെ തോപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷേ സ്വന്തമായിട്ട് തോറ്റുപോയി, സിജോയും തോറ്റുപോയി. അടുത്ത ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.